ഞാൻ ഒരു പൂ കാണിച്ചു തരാം. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനാണെങ്കിൽ ഇത് പൊട്ടാപ്പൂ എന്നൊക്കെയാണ് ഞാൻ വിളിക്കൽ. എൻ്റെ യഥാർത്ഥ പേരെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഈ മുട്ടുണ്ടല്ലോ, ഈ പൂവിൻ്റെ ഈ മുട്ട് ഇങ്ങനെ തലയിൽ മുട്ടിക്കുമ്പം പൊട്ടാസ് പൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. പണ്ട് മുതലേ ചെയ്യാറുള്ളതാണ്. വീട്ടിലുള്ളൊരു പൂവാണിത്. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പാരട്ട കാക്ക സൗണ്ട് കേട്ടോണേ. ഇതാണ് ആ പൂ. നിങ്ങൾക്ക് ഈ പൂവിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിനൊരു കാരണം കൂടിയാണ്. ഞാൻ മിക്കപ്പോഴും ഇത് കാണുമ്പോഴെല്ലാം ഈ പൂവെടുത്ത് ഇങ്ങനെ തലയിൽ പൊട്ടിച്ച് കളിക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ തേനീച്ചയെ ഞാൻ കാണുന്നത്. തേനീച്ചയാണോ എന്തോ ഒരു വണ്ട്, ഇതിന് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് തേൻ കുടിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര അത്ഭുതം. ഞാനിതുവരെയ്ക്ക് ഇങ്ങനെ തേൻ കുടിക്കുന്ന ഒരു വണ്ടിനെയും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ടെറസിലിരുന്നാണ് കേട്ടോ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാക്കേരെയും പൂച്ചേരെയും തത്തേരെയും കിളിയേരെയും എല്ലാത്തിൻ്റെ സൗണ്ടും കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ തേൻ കുടിക്കും. ഇവൻ ഈ പൂവിൽ തേൻ കുടിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? അല്ല പോട്ടെ, നമ്മളിപ്പോൾ സാധാ ഒരു പൂവിൽ ഒരു ചിത്രശലഭം വന്നിരുന്ന് തേൻ കുടിക്കുന്നത് എങ്ങനെയാണ്? അത് വന്നിരിക്കും, തേൻ കുടിക്കും, തിരിച്ചു പോകും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവനുണ്ടല്ലോ, ഇവൻ്റെ മൂട്ടിലൊരു സൂചി പോലത്തെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഇവൻ പൂവിനെ അങ്ങ് കീറും. എന്നിട്ട് അതുവഴി അതിനുള്ളിൽ കയറിയിരുന്നാണ് ഇവൻ ശരിക്കും ഈ തേൻ കുടിക്കുന്നത്. ഈ പൂവിലത് ഇതുപോലെ അവൻ കീറും. എല്ലാ പൂവിലും, വിരിഞ്ഞ് നിൽക്കുന്ന എല്ലാ പൂവിലും ഈ കീറലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനെ പൂവിന് തേൻ കുടിക്കുന്ന ഒരു വണ്ടിനെ കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് ഇവന് ആ പൂവിനുള്ളിലോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ അല്ല, ഇവനല്ലാതെ അതിനകത്ത് കയറും. ചിലപ്പം കീറാതെ അകത്ത് കയറിയിട്ട് കീറിക്കൊണ്ടായിരിക്കും തിരിച്ചിറങ്ങുന്നത്. പോയ വഴിയെ തിരിച്ചു വരാൻ ഇവനെന്താ അറിയാം. ഇവനിപ്പോൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ ഇപ്പം അതിൽ നിന്ന് പൂ പൊട്ടിക്കുന്ന സ്വഭാവമൊക്കെ നിർത്തി കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം 2-3 പൂ എടുത്ത് പറിച്ച് പൊട്ടിച്ചേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിൽ നിന്ന് പൂ പറിക്കാനൊന്നും പോകത്തില്ല. അവൻ കുടിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ പൂവിനെ കുറിച്ചോ വണ്ടിനെ കുറിച്ചോ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.